വേണു, ആദ്യം തന്നെ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വളരെ നല്ല വിജയം നേടിയ ആര്യാടൻ ഷൗക്കത്തിന് എൻ്റെ ഹാർദമായ അഭിനന്ദനങ്ങൾ. താങ്കളുടെ ചോദ്യത്തിലേക്ക് വന്നാൽ, ഈ തോറ്റു സ്വരാജ് എന്ന മികച്ച സ്ഥാനാർത്ഥി, അതിലും മികച്ച സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ അവർക്കില്ല എന്ന് മുഖ്യമന്ത്രി അടക്കം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അത്രയും മികച്ച സ്ഥാനാർത്ഥി ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റു. തോൽവി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഗോവിന്ദമാഷ ഉച്ചയ്ക്ക് പറഞ്ഞതുപോലെ റിസൾട്ട് വിശദമായി പരിശോധിച്ച് തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തുകയും ചെയ്യും. നിശ്ചയമായും തിരുത്തണം എന്നുള്ള ഒരു ഡിമാൻഡാണ് ഒരു മെസ്സേജായിട്ട് നിലമ്പൂരിലെ വോട്ടർമാർ CPM-നും LDF-നും സർക്കാരിനും ഒക്കെ നൽകിയിരിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. പ്രധാനപ്പെട്ടൊരു കാര്യം. പക്ഷേ അതിനേക്കാളും പ്രധാനപ്പെട്ട മറ്റൊരു പൊളിറ്റിക്കൽ ഫാക്ടർ ഇവിടെ ഉയർന്നു വരുന്നുണ്ട് വേണു. അതാണ് ഞാൻ ശ്രദ്ധേയമായി കാണുന്ന യഥാർത്ഥ വസ്തുത എന്ന് പറഞ്ഞാൽ. അതായത് ഇപ്പോൾ ഞാൻ മുമ്പേ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഏറ്റവും CPM-ന് LDF-ന് ഫീൽഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി സ്വരാജ് എന്ന് മുഖ്യമന്ത്രി അടക്കം താഴേക്ക് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത് വസ്തുതയുമാണ്, ഒരു സംശയവുമില്ല. സർവ്വസന്നാഹങ്ങളും ഭരണമുന്നണി എന്നുള്ള നിലയിൽ, സർക്കാർ എന്നുള്ള നിലയിൽ, LDF എന്നുള്ള നിലയിൽ അവരൊരുക്കുകയും ചെയ്തിരുന്നു. അതിനേക്കാളും മികച്ച സ്ഥാനാർത്ഥി ഇല്ലല്ലോ, നമുക്കും അറിയാമല്ലോ. അങ്ങനെ വന്നപ്പോഴേക്ക് എന്താണ് സംഭവിച്ചത് ഇതാണ്. UDF-ന് ആവനാഴിയിലുള്ള സകല അസ്ത്രങ്ങളും പുറത്തെടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായ വസ്തുത, യാഥാർത്ഥ്യം എന്നാണ് എൻ്റെ ബോധ്യം. അവർക്കിനി ഒളിപ്പിച്ചു വെക്കാൻ കഴിയുന്ന ഒരായുധവും ഇല്ലാത്ത വിധം എന്തൊക്കെയാണോ സ്വന്തം ആവനാഴിയിലുള്ള സകല അസ്ത്രങ്ങളും UDF-ന് പുറത്തെടുക്കേണ്ടി വന്നു നിലമ്പൂർ ബൈ ഇലക്ഷനിൽ. അത് വലിയൊരു എക്സ്പോഷറായിരുന്നു. എന്തൊക്കെയാണ് UDF-ന്റെ കയ്യിലുള്ളത് എന്നുള്ളതിൻ്റെ എക്സ്പോഷർ അത് തന്നെയായിരുന്നു. മുഖ്യമന്ത്രി അടക്കം ഗോവിന്ദമാഷ് അടക്കം LDF നേതാക്കളെല്ലാവരും ആഗ്രഹിച്ചിരുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വിചാരിക്കുന്നത് ചോദിച്ചാൽ, അത് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഏപ്രിൽ മാസത്തിൽ നടക്കാനിരിക്കുന്ന അസംബ്ലി ഇലക്ഷൻ ഉണ്ടല്ലോ, ആ ഇലക്ഷനിൽ എന്താണ് ഇവർ കരുതി വെച്ചിരിക്കുന്നത് എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ ഇനി ഒളിച്ചു വെക്കാൻ വയ്യാത്ത വിധം അത്ര മികവുറ്റ സ്ഥാനാർത്ഥിയെ CPM ഫീൽഡ് ചെയ്തതോടുകൂടി ഒന്നും ഒളിച്ചു വെക്കാൻ വയ്യാത്ത വിധം അവർക്ക് പുറത്തെടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് വസ്തുത. ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്. അത് അതുകൊണ്ട് തന്നെ LDF-ന് ഇനി കൂടുതൽ തെറ്റുകൾ തിരുത്തേണ്ടി വരും. അതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ കാണുന്നത് തിരുത്തലിൻ്റെ യഥാർത്ഥ പ്രശ്നമായിട്ട് ഒരു ഇഷ്യൂ താങ്കൾ പ്രധാനമായിട്ട് ചോദിച്ചില്ലെങ്കിൽ ഞാനത് പറയുകയാണ്. പ്രധാനമായിട്ടും നിലമ്പൂർ മേഖലയിലെ ജനങ്ങൾ കാണുന്ന പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറഞ്ഞാൽ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ആണ്. ആ പ്രശ്നത്തിൽ അവർക്ക് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് സർക്കാരിനറിയാം. അതുകൊണ്ടാണല്ലോ തെറ്റായിട്ടാണെങ്കിലും അൻവർ പറഞ്ഞത് ഒരിക്കൽ വനനിയമ ഭേദഗതി ഞാൻ അറിഞ്ഞത് ഒരു പ്രസ്സിലെ ജീവനക്കാരൻ്റെ നിന്നാണ് എന്ന് പറഞ്ഞ് ഒരു ഒച്ചപ്പാടുണ്ടാക്കുന്നു, വാർത്തയും ബഹളവുമാകുന്നു. പിറ്റേ ദിവസം വൈകുന്നേരം പക്ഷേ താമരശ്ശേരി പിതാവ് ഒരു കാര്യം പരസ്യമായിട്ട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞല്ലോ, സർക്കാർ 2 ആഴ്ച മുമ്പ് ഈ കാര്യം പറഞ്ഞിരുന്നു. അപ്പം ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസം ഇതിനെ സംബന്ധിച്ചുള്ളത് പഠിച്ചിട്ട് തന്നെ ഞങ്ങൾ അറിയിക്കുകയും ചെയ്തു. അതേ തുടർന്ന് സർക്കാരിൻ്റെ ഉന്നതർ എന്ന് തന്നെയാണ് അദ്ദേഹം പ്രയോഗിച്ച പദം. ഉന്നതർ ഞങ്ങളെ ബന്ധപ്പെടുകയും ഈ വനനിയമ ഭേദഗതി പിൻവലിക്കാം എന്നറിയിക്കുകയും ചെയ്തിരുന്നു. അതാണിന്ന് ഉണ്ടായത് എന്ന് താമരശ്ശേരി പിതാവ് പറഞ്ഞതോടുകൂടി ആ സംഭവം തന്നെ മാറിയില്ലേ. പക്ഷേ അത് അത്രേ കഴിയൂ സർക്കാരിനെന്നല്ല ജനങ്ങൾ വിചാരിക്കുന്നത്, വോട്ടർമാർ വിചാരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട് അഡ്രസ്സ് ചെയ്യാൻ. അതിരിക്കട്ടെ, ഞാനത് ഡീറ്റെയിൽസിലേക്ക് പോകുന്നുമില്ല. പക്ഷെ പ്രശ്നം ഇതാണ്, ഈ ഫുള്ളി എക്സ്പോസ്ഡായി ഇവരുടെ ഇലക്ഷനിയറിങ്ങിൽ എന്തൊക്കെയാണ് അവർ ഇനി സ്വരുക്കൂട്ടി വെക്കാൻ പോകുന്ന ആയുധങ്ങൾ എന്നുള്ളത് LDF-ന് വെളിവായി എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഒറ്റ കാര്യം കൂടെ പറഞ്ഞാൽ ഈ ഘട്ടത്തിൽ നിർത്താം. ഈ ഒരു ദിവസം BJP പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പരസ്യമായി പറയുകയാണ്, ഇവിടെ ഇത് അടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണ്, അതുകൊണ്ട് ഇനി 7-8 മാസമേ ഉള്ളൂ, അതിന് കാര്യമൊന്നും ചെയ്യാനും കഴിയില്ല ജയിക്കുന്ന MLA-ക്ക് അവിടെ. അതുകൊണ്ട് BJP അവിടെ വെറുതെ അതിനുവേണ്ടി അധ്വാനിക്കാൻ തയ്യാറല്ല, BJP സ്ഥാനാർത്ഥി നിർത്തുന്നില്ല എന്ന് BJP പ്രസിഡന്റ് പറയുകയാണ്. പെട്ടെന്നതാ വരുന്നു വ്യാഖ്യാനങ്ങൾ. എന്താണ് വ്യാഖ്യാനിക്കപ്പെട്ടത്? ഇതാണ് ഞങ്ങൾ പറഞ്ഞ BJP CPM അന്തർധാര, അതുകൊണ്ടാണ് ഇവർ നിർത്താത്തത്. നേരെ ആ വോട്ട് CPM-ന് കൊടുക്കാനാണ് തീരുമാനം. അത് ഇതിനേക്കാൾ വലിയ തെളിവ് വേണോ? അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കി. ആരാണ് കെട്ടിയിറക്കിയത്? ജോസഫ് ഗ്രൂപ്പിന്റെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറായി ഇപ്പോഴും ഇതുവരെ പി ജോസഫ് എതിർത്ത് പറഞ്ഞിട്ടില്ല അങ്ങനെ സ്ഥാനാർത്ഥി.
അത് പിന്നെ വേറൊരു സംഗതി. അതുപോലെ ഓരോ എക്സ്പോഷർ പതുക്കെ വരികയായിരുന്നല്ലോ പിന്നീട് ചെയ്തത്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞതാണ്, ഡോക്ടർ KS രാധാകൃഷ്ണൻ, ഞാൻ തെണ്ടിപ്പെറുക്കി ഉണ്ടാക്കിയ വോട്ടേ എനിക്ക് കിട്ടിയുള്ളൂ. 6000 വോട്ട് ജയിക്കാൻ വേണ്ടി അങ്ങോട്ട് കൊടുത്തത്. ആർക്ക്? കെ ബാബുവിന്. ആര് കൊടുത്തത്? ഞങ്ങളുടെ BJP പ്രവർത്തകർ കൊടുത്തതെന്ന് ഡോക്ടർ KS രാധാകൃഷ്ണൻ ആ തൃപ്പൂണിത്തുറയിൽ 2021 പറഞ്ഞത്. അത് ഞാനപ്പോൾ അത് പോസ്റ്റായിട്ട് തന്നെ ഇട്ടു. പിന്നെ മോഹൻ ജോർജ് ഇത് ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് തന്നെ പറഞ്ഞ് ഞാൻ പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കളികളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഈ LDF ആണ് കൂട്ടിപ്പിടിച്ചത് ജമാഅത്തെ ഇസ്ലാമിയെ എന്നൊരു വാദം പറയുന്നുണ്ടല്ലോ. വേണുവിനെങ്കിലും നിശ്ചയമായി ഓർമ്മയുള്ള കാര്യമാണല്ലോ. പിന്നെ 98 മദനിയെ നായനാർ മുഖ്യമന്ത്രിയായിരിക്കെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു, ജയിലിലാവുന്നു. പിന്നീട് 2001 ഈ രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടിയും ബെന്നി ബെഹനാനും ഒക്കെയുള്ള നേതാക്കൾ എന്തോ വേഗം PDP-യിലേക്കൊക്കെ നമുക്കിപ്പോൾ പോകണം. വേഗം ഇല്ല, ഞാൻ ഡീറ്റെയിൽസിലേക്ക് ഒന്നും പോകുന്നില്ലെന്നേ. എന്നിട്ട് അവിടെ കോയമ്പത്തൂർ ജയിലിൽ പോയി ചെന്ന് കണ്ട് എല്ലാ സഹായവും ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ വാഗ്ദാനം ചെയ്യാമെന്ന് പറയുന്നു. ശരി, ഞാൻ സഹായിക്കാമെന്ന് പറയുന്നു. അതിന് ജയിലിൽ കിടന്ന് പത്രക്കുറിപ്പ് ഇറക്കുന്നു. 100 സീറ്റുമായി ആന്റണി അധികാരത്തിൽ വരുന്നു. ഒന്നും ചെയ്തില്ല അതിനെ പുറത്തിറക്കാൻ. അതിന്റെ തിരിച്ചടി എന്നാ ഉണ്ടായത്? 2004 ഇലക്ഷനിൽ, പാർലമെന്റ് ഇലക്ഷനിൽ നമ്മളെല്ലാം കണ്ടതല്ലേ, 20-18 LDF-ന്. അത് കഴിഞ്ഞാണ് 2006 വരുന്നത്. അപ്പോൾ പിന്നെ ജമാഅത്തെ ഇസ്ലാമി ഉടക്കിലാണ് പിന്നെ UDF-നോട് മൊത്തത്തിൽ തന്നെ. അപ്പോൾ അവർ പിന്നെ ഞങ്ങളുടെ പിന്തുണ LDF-നാണെന്ന് പറയുന്ന ഘട്ടത്തിൽ കൂടിയാണ് പിന്നീടുള്ള രാഷ്ട്രീയമൊക്കെ പറയുന്നുണ്ട്. അത് പറയാൻ സമയമില്ലാത്തത് ഞാൻ പറയുന്നില്ല. പക്ഷേ കാതലായ പ്രശ്നം ഇവിടുത്തെ ഇന്നത്തെ റിസൾട്ടിന്റെ ഭാഗമായിട്ട് എന്നോടുള്ള ചോദ്യത്തിന് മറുപടി എനിക്കിതാണ് പറയാനുള്ളത്. അങ്ങനെ ഫുള്ളി എക്സ്പോസ്ഡ് ആയ തന്ത്രങ്ങൾ മൊത്തം വിശദീകരിക്കേണ്ടി വന്ന, കാണിച്ചു കൊടുക്കേണ്ടി വന്ന, കാണിച്ചു കൊടുക്കേണ്ടി